കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത വരികയാണ്. 2 ജില്ലകളിലും ഉച്ചയ്ക്ക് ശേഷം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് യെല്ലോ അലർട്ടാണ് ഉള്ളത്. ഞങ്ങളുടെ പ്രതിനിധികൾ കാലാവസ്ഥ എങ്ങനെ മാറും, മഴയുടെ സാധ്യതകൾ, തോത്, മറ്റ് അലർട്ടുകൾ വിശദീകരിക്കാൻ ചേരുന്നുണ്ട്. കെ.വി. രാഹുൽ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നുള്ള എന്താണ് അറിയിപ്പ് സംബന്ധിച്ച് വിശദീകരിക്കാം. രാഹുൽ, എന്താണ് വടക്കൻ കേരളത്തിൽ ഏതൊക്കെ മേഖലകൾ, പ്രത്യേകിച്ച് കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് പോകാം? നമുക്ക് സാരംഗിലേക്ക്, കാസർഗോഡ് നിന്നും സാരംഗ് ചേരുന്നുണ്ട്. ഇപ്പോൾ സാരംഗ്, കാസർഗോഡ് അവസ്ഥ എന്താണ്? അവിടെ തീവ്ര മഴ മുന്നറിയിപ്പിനുള്ള സാധ്യത അലർട്ടായി വരുമ്പോൾ മറ്റെന്തൊക്കെ മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് സാരംഗ്? പ്രജീഷ്, 150 മില്ലിമീറ്ററിന് മുകളിലേക്ക് മഴ പെയ്യുന്ന പ്രദേശങ്ങൾ ഇപ്പോൾ നിലവിൽ ജില്ലയിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ്. കണ്ണൂർ ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങൾ, അത് പടന്നക്കാടാവട്ടെ, അതുപോലെ തന്നെ വലിയ പറമ്പ്, തൃക്കരിപ്പൂർ മേഖലകളിലൊക്കെ തന്നെ ആ രീതിയിലേക്ക് മഴ കനത്തു പെയ്യുന്ന ഒരവസ്ഥയുണ്ട്. കാസർഗോഡ് നഗരത്തിലേക്ക് എത്തുമ്പോൾ മഴ പൊതുവെ ചെറിയ തോതിൽ ഇടവിട്ട് പെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഇന്നലെ അർദ്ധരാത്രിയോടെ കൂടി തന്നെ ദേശീയപാതയിൽ മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ അപകട സാധ്യതയുള്ള മേഖലകളിലൂടെയൊക്കെ തന്നെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് വീരമലക്കുന്ന്, അതോടൊപ്പം തന്നെ ബേവിഞ്ച മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു മുന്നറിയിപ്പ് ഉച്ചയോടുകൂടി പൂർണ്ണമായി നൽകിയത്. കാസർഗോഡ് തീവ്ര മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് സാരംഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. കെ.വി. രാഹുൽ കണ്ണൂരിലെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. രാഹുൽ, കണ്ണൂരിൽ മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ്? മഴ പെയ്ത സ്ഥലങ്ങൾ, പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ, ഇനിയുള്ള സാധ്യതകൾ? പ്രതീക്ഷ, കണ്ണൂരിൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ തന്നെ മഴ ശക്തമായി പെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. രാവിലെ മഴയുടെ ശക്തി കുറച്ച് കുറഞ്ഞ സമയത്ത് യെല്ലോ അലേർട്ടിലേക്ക് മുന്നറിയിപ്പ് മാറ്റിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഓറഞ്ച് അലേർട്ടാണ്. അതായത് കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലേർട്ട് നൽകിയ സമയത്ത് ജില്ലയിൽ അതിശക്തമായ മഴയാണ് പെയ്തത്. കണ്ണൂരിന്റെ മലയോര മേഖലയായ ആലക്കോട്, ചെറുപുഴ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ, കൊട്ടിയൂർ, ഇരിട്ടി, ഉളിക്കൽ, ശ്രീകണ്ഠാപുരം മേഖലകളിലൊക്കെ അതിശക്തമായ മഴയാണ് പെയ്തത്. പിന്നീട് മഴയുടെ ശക്തി കുറയുന്ന കാഴ്ചയാണ്. അപ്പോൾ ഏതായാലും ഓറഞ്ച് അലേർട്ട് എന്നത്, നിലവിൽ മഴ അത്ര കണ്ട് ജില്ലയിൽ എവിടെയും പെയ്യുന്നില്ല, മാനം കുറച്ച് തെളിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ വീണ്ടും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. രാത്രിയിൽ കാര്യമായ മഴ പെയ്തു കഴിഞ്ഞാൽ അത് വലിയ നാശനഷ്ടങ്ങൾക്കൊക്കെ ജനജീവിതം ദുസ്സഹമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഇന്ന് രാവിലെ ഒരു അനിഷ്ട സംഭവം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് അത് വയത്തൂരിലാണ്. വയത്തൂരിൽ പാലം കവിഞ്ഞ് ഒഴുകുകയായിരുന്ന വെള്ളം, മലവെള്ളപ്പാച്ചിലാണ് ആ മേഖലയിൽ ഉണ്ടായത്. മലയോര മേഖലയിൽ ഉരുൾപൊട്ടിയതാണെന്ന സംശയമൊക്കെ ജനങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കപ്പെട്ടതല്ല. അങ്ങനെ ഒരു ടാക്സി പോകുന്ന വഴി ഒഴുക്കിൽപ്പെട്ട് പുഴയിലേക്ക് മറിയുകയും 3 പേർ അപകടത്തിൽപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് കൃത്യസമയത്ത് നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ഇടപെട്ട് 3 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ വിവരങ്ങൾ നൽകിയത്.